ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായനയിലേക്ക്, ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന ധ്യാനം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ പുതിയ ദിവസത്തിലും ദൈവ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഉള്ള ആ വലിയൊരു കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ചിന്തകളും ഭാരങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗം. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക്കാം. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ട് രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശുതോൽ, ഖദിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാർപതക്കത്തിനും പതിക്കുവാൻ ഗോമേതകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ നാം ഈ കേട്ട വചനഭാഗത്തിൽ ദൈവം മോശയോട് ഒരു വിശേഷപ്പെട്ട കൽപ്പന നൽകുകയാണ്. എനിക്കായിട്ട് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുകയും ഞാൻ അവരുടെ മധ്യേ വസിക്കും എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ആദ്യ കാര്യം, ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ വലിയ സത്യമാണ്. സർവശക്തനായ ദൈവത്തിന് മനുഷ്യരുടെ കൈകൊണ്ടുള്ള ഒരു കൂടാരം ആവശ്യമില്ല. എന്നാൽ തൻ്റെ ജനത്തോടുള്ള സ്നേഹത്താൽ അവരുടെ ഇടയിൽ വസിക്കണമെന്ന് അവിടുന്ന് അതിയായി ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, ദൈവം യാഗപീഠത്തിനും വിശുദ്ധ മന്ദിരത്തിനുമായി വഴിപാടുകൾ ആവശ്യപ്പെടുമ്പോൾ നിർബന്ധിച്ചല്ല ചോദിച്ചത്. സന്തോഷപൂർവം ഹൃദയത്തിൽ നിന്ന് നൽകുന്നവരിൽ നിന്നാണ് ദൈവം സ്വീകരിക്കുവാൻ പറയുന്നത്. ദൈവം ഇന്നും നമ്മുടെ ഹൃദയത്തെയാണ് അന്വേഷിക്കുന്നത്. നിർബന്ധം കൊണ്ടോ ഭയം കൊണ്ടോ അല്ല, സ്നേഹത്തോടെയും നന്ദിയോടെയും സമർപ്പിക്കുന്ന ജീവിതമാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത്. മൂന്നാമതായി, വിശുദ്ധ മന്ദിരം നിർമ്മിക്കേണ്ടുന്ന മാതൃകയും രൂപവും ദൈവം തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്നത്, ദൈവസേവനവും ദൈവഹിതവും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി പ്രകാരമാണ് നടക്കേണ്ടത് എന്നുള്ളതാണ്. ക്രിസ്തുവിശ്വാസികളായ നാം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവാലയങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയവും ജീവിതവും ദൈവ സാന്നിധ്യത്തിന് യോഗ്യമായ വിശുദ്ധ മന്ദിരമാക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാൻ ഞാൻ സ്ഥലം നൽകിയിട്ടുണ്ടോ?
എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ സമർപ്പണമാണോ? കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ തലകൾ ദൈവമുൻപാകെ വണങ്ങി ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഞങ്ങൾ ഈ കേട്ട തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിന് നന്ദി. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വിശുദ്ധ ആലയമാക്കി മാറ്റണമേ. സ്നേഹപൂർവം സമർപ്പിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ സമയവും കഴിവുകളും സമ്പത്തും ജീവിതവും എല്ലാം അങ്ങേയ്ക്കായി ഉപയോഗിക്കുവാനുള്ള ആ ഒരു വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങളെ അവിടുന്ന് കാത്ത് സൂക്ഷിക്കണമേ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ കെണികളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും സഭയെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങൾ ജോലി ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെയും ഞങ്ങളുടെ പഠന മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങയുടെ സാന്നിധ്യവും സമാധാനവും ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.